ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്. വളരെ സിമ്പിളും ആണ്, നല്ല ടേസ്റ്റും ആണ് കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും ഇതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ 2 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 6 പച്ചമുളക്, പിന്നെ ഒരു പിടി മല്ലിയില, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. വീണ്ടും നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിന് പകരം വിനാഗിരി വേണമെങ്കിലും ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെള്ളത്തിലാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മസാല തിരുമ്മിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ചിക്കനിലേക്ക് മസാല തിരുമ്മി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടായതിനു ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ മസാല തിരുമ്മി വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരണം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ തുറന്നു വെച്ച് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്പസമയം കഴിയുമ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സവാള, മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞത്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് കൂടെ നമുക്കിതിലേക്ക് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പനേരവും കൂടി ഒന്ന് തുറന്നു വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പം അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ച് നല്ല ഡ്രൈ പരുവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്നും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.